എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് വന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ഈവനിങ് എപ്പിസോഡ് സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് വലിയ പ്രേക്ഷക പിന്തുണയാണ് ആ ഒരു എപ്പിസോഡ്സിന് ലഭിക്കുന്നത്. ഇന്നു മുതൽ കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരുന്നത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള മൈത്രേയനാണ്. ജേർണലിസ്റ്റും ഓത്തറുമായ അമിതാഭ് പ്രകാശ് മൈത്രേയനുമായി നടത്തിയ അഭിമുഖങ്ങളാണ് ഈ ദിനങ്ങളിലെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നത്. പലപ്പോഴും പല വിഷയങ്ങളിലേക്കും വളരെ ആഴത്തിൽ പോകുന്ന അഭിമുഖമായിരുന്നു മൈത്രേയനുമായിട്ട് ഉണ്ടായിരുന്ന ഒരു അഭിമുഖം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. നിങ്ങളെ അവിടേക്കും ക്ഷണിക്കുകയാണ്. ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് UFO ആണെന്നുണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഈ സ്പേസിലത്തെ കാര്യങ്ങളും ഏലിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെയധികം ഇൻട്രസ്റ്റോടെ പണ്ട് കാലത്ത് വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആസ്ട്രോഫിസിക്സുകൾക്കോ അല്ലെങ്കിൽ ആസ്ട്രോണമി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് പോവാതിരുന്നത്? അത് ശരിക്കും എനിക്ക് വന്ന ഒരു കയ്യബദ്ധമാണ്, അങ്ങനെ പറയേണ്ടി വരും. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ എൻ്റെ മൂത്തവരായിരുന്ന 4 പേരും സയൻസായിരുന്ന ഗ്രൂപ്പായെടുത്ത്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് ഈ അധ്യാപകരെ പറ്റി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. റെക്കോർഡ് ചൊവ്വേ നേരെ വരച്ചില്ലെന്നുണ്ടെങ്കിൽ എടുത്തെറിയും. അതുപോലെ തന്നെ ഇവർ അവർക്ക് തന്നെ ഇൻ്റേണൽ മാർക്കുകൾ ഇടുന്ന ഒരു സ്ഥലമുണ്ട്. ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ശരിക്കും ഇച്ഛാവരിപ്പിക്കും എന്നൊക്കെ അവർ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനാണെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ അധ്യാപകരുടെ അടുത്ത് നിന്ന് പഠിക്കുന്നതൊക്കെ അങ്ങ് വേണ്ടാതായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധ്യാപകർ അധികം ഭരിക്കാത്ത ഒരു സ്ഥലം ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇവർ പറയുമ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, സയൻസ് എടുത്താൽ പെടും, മറ്റേ ആണെങ്കിൽ പരീക്ഷ എഴുതിയാൽ മതിയല്ലോ. അങ്ങനെയാണ് 3rd ഗ്രൂപ്പൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഹിസ്റ്ററിയും എക്കണോമിക്സും ലിറ്ററേച്ചറും ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ അത് പരീക്ഷ എഴുതുമ്പോൾ മാത്രമേ ഉള്ളല്ലോ നമ്മൾ അധ്യാപകരുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്നപ്പോഴേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ കഴിയുന്നത്ര അധ്യാപകരെ ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു യുക്തിയുണ്ട്. കാരണം ഈ അതോറിറ്റിയോട് ബന്ധപ്പെട്ടിരുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ അത് അങ്ങനെ ഞാൻ എടുത്തു പോയതുകൊണ്ട് സയൻസ് അങ്ങനെ പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ വായന കൊണ്ട് പഠിച്ചതാണ്. എൻ്റെ തന്നെ ഇൻട്രസ്റ്റ് കൊണ്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന ഈ മാഗസിൻസിനകത്തൂടെയൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിരുന്ന നേരത്തെ അമേരിക്കൻ മാഗസിൻസ് വായിക്കുന്നത് വഴിയാണ് ശരിക്കും ആസ്ട്രോഫിസിക്സ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടിയിരുന്നത്. അന്നത്തെ അത്തരത്തിലുള്ള എല്ലാ ലേഖനവും ഞാൻ വായിക്കുമായിരുന്നു. പ്ലേറ്റ് ടെക്ടോണിക് എന്ന് നമ്മളിന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പഠിക്കുന്ന കാലത്ത് അതില്ല. ഞാൻ ആദ്യമായിട്ട് 64 മറ്റോ ആണ് റീഡേഴ്സ് ഡൈജസ്റ്റിനകത്താണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഭൂമിക്ക് ഒരു എന്താണ് കട്ടി കുറഞ്ഞ ഒരു ആവരണം പോലെയാണ് നമ്മൾ ഈ മണ്ണ് ഇരിക്കുന്നത്, അതിനകത്ത് ഉരുക്കിടക്കുകയാണെന്നൊക്കെ പറയുന്നത്, കഷ്ണങ്ങളായിട്ടിരിക്കുന്നത് തമ്മിൽ മർദ്ദനം ഉണ്ടായിട്ടാണ് ഈ മലയുണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന ലേഖനം വായിക്കുന്നു. അത് ഭയങ്കര ഷോക്കിംഗ് ആയ അനുഭവമായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെയൊന്നും അല്ല, ഉറച്ചൊരു ഭൂമിയല്ലേ നമുക്കറിയുന്നത്. അതങ്ങ് പോയി. അപ്പോൾ ഇതുപോലുള്ള ബ്രേക്ക് ത്രൂകൾ ഉണ്ടാകുന്ന കാരണം കൊണ്ട് അതുവരെ ചിന്തിച്ച പോലെ അല്ല നമ്മൾ ഈ ലോകത്ത് ആളുകൾ പറയുന്ന പോലെ ഒന്നും അല്ല ഇതൊന്നും മനസ്സിലാക്കേണ്ടതെന്ന് കണ്ടുപോകുന്നുണ്ട്. പിന്നെ ചന്ദ്രനിൽ ഇറങ്ങുന്ന 69 ആ സമയത്ത് അത് മുഴുവനും പടങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഈ അമേരിക്കൻ മാഗസിൻസിന് വായിക്കുന്ന, അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതല്ല. ജൂൾസ് വേണിൻ്റെ നോവലുകൾ, H.G. വെൽസിൻ്റെ നോവലുകൾ, അപ്പോൾ ഇതൊക്കെ വായിച്ച സമയത്ത് സയൻസ് ഫിക്ഷൻ്റെ മേഖല, അപ്പോൾ ഐസക് അസിമോവിൻ്റെ പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നത് മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സയൻസ് ഫിക്ഷൻ ഇഷ്ടംപോലെ വായിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ വായനയുള്ളത് കാരണം കൊണ്ട് അത്തരത്തിലുള്ള ഒരു ചെറിയ ലോകം രൂപപ്പെടാനായിട്ട് പറ്റാതെ പോകുന്ന ഒരു സ്ഥലവും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പക്ഷേ അതേ സമയത്ത് ഞാൻ ഈ അധ്യാപകരിൽ നിന്ന് മോചിക്കാൻ വേണ്ടി ലിറ്ററേച്ചർ മാത്രം പഠിക്കുന്ന കോളേജിനകത്തൂടെയാണല്ലോ ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് സയൻസിനകത്ത് സത്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ശാസ്ത്രജ്ഞനാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് പോയി, അത് കടന്നു പോയതല്ലേ. അവിടെയാണ് ഞാൻ ആ ലോകം നിൽക്കുന്നത്. സയൻസ് വായിക്കുക എന്ന് പറയുന്നത്, ഞാൻ ഈ ഗുരുകുലത്തിനകത്തുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ എല്ലാ സയൻറ്റിഫിക് പുസ്തകങ്ങളും
പുതുതായിട്ട് ഇറങ്ങുന്ന എല്ലാവരും മേടിക്കുക. അങ്ങനത്തെ ഒരു ഏരിയ അതിനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ അത്തരത്തിലുള്ള വായന നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പഠിക്കുന്ന ഫിലോസഫി ആണെങ്കിലും ഇത്തരത്തിലുള്ള വായനകൾ ഇല്ലാതിരുന്നിട്ടില്ല. അപ്പോൾ സയൻസിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നുണ്ടായിരുന്നു, അതിങ്ങനെ അറിയാം. അപ്പോൾ ഫിസിക്സിനകത്തും അതേപോലെ തന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ക്വാണ്ടം ഫിസിക്സും തമ്മിൽ ചേരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ബേസിക് പ്രമേസാണ് ഗുരുകുലത്തിനകത്ത്. നടരാജ ഒരു ഫ്രാൻസിൽ പോയി പഠിക്കുന്നുണ്ട്. അയാൾ പഠിച്ചിരുന്ന സോർബോൺ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ നിന്ന് പഠിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഗുരുകുലം ആരംഭിക്കുന്നത്. നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അയാളുടെ ഏറ്റവും വലിയൊരു കാഴ്ചയെന്ന് പറയുന്നത് ഈ ഫിസിക്സിനകത്തൊരു തിയറിറ്റിക്കൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് ക്വാണ്ടം ഫിസിക്സും തിയറി ഓഫ് റിലേറ്റിവിറ്റിയും കൂടെ ഒന്നിച്ച് ചേർക്കാൻ കഴിയാത്ത ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഹെഡിങ്ടൻ്റെ വാട്ട് ഈസ് ലൈഫ് എന്ന് പറയുന്ന പുസ്തകം, ഇതൊക്കെ ഗുരുകുലത്തിനകത്ത് തന്നെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സയൻസിൽ നിന്ന് വിട്ടുപോയിട്ട് നിൽക്കുന്ന ഒരു പോയിൻ്റ് ഗുരുകുലത്തിലില്ല. എന്നെ സംബന്ധിച്ചോളം ഇല്ല. അവിടെ കൂടുതൽ ആൾക്കാരും നാരായണ ഗുരുവിൻ്റെ കൃതി മാത്രമേ വായിക്കുകയും പഠിക്കുകയും ചെയ്യുള്ളൂ. മറ്റേ സ്ഥലം അവർ കേൾക്കും എന്നുള്ളതല്ലാതെ അവരെല്ലാവരും അങ്ങനെ പഠിക്കുന്നില്ല. പക്ഷേ ഞാനിത് വായിക്കും പഠിച്ചും അത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് ഞാനവിടെ എത്തുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം അതിൻ്റെ തുടർച്ച വായന പഠനവും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് ആ നിലവാരത്തിൽ, അപ്പോൾ മാത്രമല്ല ഈ വേദാന്തത്തിൻ്റെ നാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയിൽ ഈ ഇവരുടെ ക്രൈസിസ് കടക്കുന്ന ഉത്തരമുണ്ട് എന്നുള്ള നിലവാരത്തിലാണ് നടരാജഗുരു അത് പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആൻ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്. അത് ഗുരുകുലത്തിൽ ആദ്യം ചെല്ലുമ്പോൾ അവിടെ തന്നെ ഇരിക്കുന്ന, അന്ന് പ്രിൻ്റ് ചെയ്തിട്ടില്ല. അത് എതിക്ക് വായിക്കാനായിട്ട് എഴുതിയതാണെന്നുള്ള നിലവാരത്തിൽ അദ്ദേഹം അതിനകത്ത് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ അതോട് കുത്തിയിരുന്നത് മുഴുവൻ വായിച്ചിട്ടുണ്ട്. അത് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വായിച്ചു പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഒരു പേജിൽ കൂടെ 3 തവണ വായിച്ചു പോകണം, പ്രൂഫ് റീഡ് ചെയ്യുകയും. അപ്പോൾ നമ്മൾ പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നത് പഠിച്ചു പോകും. അപ്പം ഞാൻ അങ്ങനെ അത് വായിച്ചിട്ടുള്ള ഒരാളാണ്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനകത്ത് നമ്മൾ അതിൻ്റെ പ്രൂഫ് വായിക്കുന്നിടത്ത് വരുന്ന കാരണം കൊണ്ട് ആദ്യത്തെ വായന മാത്രമല്ല പിന്നെയും വായിക്കുകയും പലതവണ അത് ഡിസ്കസ് ചെയ്യുകയും. അപ്പോൾ ഈ ആ നിലവാരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ ഗുരുകുലം നിഷേധിച്ചിട്ടില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ പുസ്തകങ്ങളും അവിടെ വരുന്നവർ ഈ അന്യരാജ്യത്തു നിന്ന് വരുന്നവരാണെങ്കിലും അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരേ സമയത്ത് തന്നെ സയൻസ് പുറത്ത് നിർത്തിയ ഒരു ഇടമല്ലായിരുന്നു ഗുരുകുലം. അവിടെ ഉണ്ടത്. പക്ഷെ അത് അങ്ങനെയല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് പഠിക്കാനാണ് സത്യത്തിൽ അതുള്ളത്. പക്ഷെ അത് പഠിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ നിലവാരത്തിൽ എവല്യൂഷണറി ആയിട്ടുള്ള പുസ്തകങ്ങൾ കുറവായിരുന്നു. പക്ഷെ എന്നാലും അതുകൊണ്ട് ഞാനത് പിന്നെ എൻ്റെ തന്നെ മുൻകൈയിൽ വാങ്ങി വായിക്കുമായിരുന്നു. എവല്യൂഷൻ ഒരു വശത്തൂടെ ഞാൻ എങ്ങനെ കാണുന്നത്. പക്ഷേ ഫിലോസഫിയിലെ നമ്മുടെ ആത്മാവിന് എവല്യൂഷൻ ആ ലെവലിലല്ല, അതിന് സ്വതന്ത്രമായൊരു എവല്യൂഷനാണ്. നമ്മുടെ ഈ കാണുന്ന ജീവന്, ശരീരത്തിനകത്തൊരു ജീവനുണ്ട് എന്ന് പറയുന്ന സ്പ്ലിറ്റുണ്ട്, അതിനകത്താണ് അതിൻ്റെ കാഴ്ചകളുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് എവല്യൂഷൻ എന്താണെന്ന് പഠിക്കുന്ന പോലെ അല്ല അത് പഠിച്ചിരുന്നത്. അത് അത്ര ഏറ്റവും സത്യം അറിയാനായിട്ടുള്ള പാതയിലുള്ള അത്രയും അറിവില്ലാത്ത ഒരു കാഴ്ചയായിട്ടാണ് ശാസ്ത്രത്തിനെ അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു. പക്ഷേ അവിടെ പഠിക്കുന്ന സമയത്ത് പക്ഷേ ഇത് വായിക്കാതെ ഇരിക്കാതെ ഒന്നും അറിയാതെ ഇരിക്കുകയല്ലായിരുന്നു, തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എന്നെ ആ ലെവലിൽ സഹായിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ഗുരുകുലം തടസ്സമായിട്ടില്ലായിരുന്നു. അത് അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ അത് വേദാന്തം എന്ന് നമ്മൾ പറയുന്ന അതിന് ദൈവവുമില്ല, വേദാന്തിക്ക് ദൈവം ആവശ്യമില്ല. സത്യമെന്നും ബ്രഹ്മം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നതിനകത്ത് അത് നിരന്തരം വികസിക്കുന്ന എന്നുള്ള കൺസെപ്റ്റും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പ്രപഞ്ചത്തിനെ പറ്റിയൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെ കൺസെപ്റ്റലായിട്ട് അത് പറയാൻ പറ്റും.
ഡിഫറൻ്റായിട്ട് വരുന്ന മേഖല എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്ഥലമുണ്ട്. അതവിടെ ഒരിക്കലും ഫിലോസഫി വരുന്നില്ല. അതാണ് ഡിപ്പാർട്ട് ചെയ്യുന്നത്, മാറിപ്പോകുന്ന സ്ഥലം അതാണ്. അപ്പോൾ നമ്മുടെ ഈ രൂപീകരണത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്ന എല്ലാ കാഴ്ചകളുമൊക്കെ വരുമ്പോഴും ഈ ഇപ്പോൾ അസ്ട്രോണമി ഇതുപോലുള്ള കാര്യങ്ങളിനകത്ത് എനിക്ക് താല്പര്യമുള്ളത് ഒരിക്കലും തടസ്സമായിട്ട് ഗുരുകുലത്തിലെ പഠനം മാറിയിട്ടില്ല. പണ്ട് ആളുകൾ എങ്ങനെയായിരുന്നു ഈ വിഷയങ്ങൾ, ഈ ചോദ്യങ്ങളല്ല മനുഷ്യർക്ക് വളരെ നാളുകൊണ്ട് ഉത്തരം പറയാനും എന്നും ഉന്നയിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങൾ എന്നും പുതിയ തരത്തിലെ ആളുകൾ ഉത്തരവും പറയാറുണ്ട്. അപ്പോൾ ആ തുടർച്ച നമുക്ക് നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരിക്കലും ഗുരുകുലം മാറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പഠനവും ആ കാര്യങ്ങൾ നടത്താനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആസ്ട്രോഫിസിസിസ്റ്റ് ആകാമായിരുന്ന ഒരാളായിരുന്ന, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഫിസിക്സിനകത്തൊക്കെ പഠിക്കാൻ എന്തെങ്കിലും ലോകത്ത് അങ്ങനത്തെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ കഴിഞ്ഞെന്ന് തന്നേക്കാം അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ. പക്ഷെ അത് എൻ്റെ ട്രജാക്ടറി കംപ്ലീറ്റും വേറെയാണ്. അതിനകത്തു നിന്നാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വിദ്യാഭ്യാസം ഇതിനുള്ളിൽ പഠിപ്പിക്കുന്ന രീതിയൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ കറണ്ട് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ കൺട്രിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടത്? ഇപ്പോഴത്തെ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് ചരിത്രപരമായിട്ടുള്ളൊരു ഫ്രെയിമിനകത്താണ് ഇപ്പം നിങ്ങളുടെ ഈ ചോദ്യം നിൽക്കുന്നത്. ഇതുവരെ നമ്മൾ ചോദിച്ചതുപോലെ അല്ല. അത് കുറച്ചങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടുകാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പണ്ടൊക്കെ ഇപ്പോൾ നളന്ദ, തക്ഷശില യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന പോലെ ഒരു യൂണിവേഴ്സിറ്റി ഒന്നും അല്ലത്. ഒക്കെ അങ്ങനെ അറിയണം. അവർ വളരെ ഈ ജീവിതം ദുഃഖമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മോചിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഉത്തരങ്ങളുടെ ലോകങ്ങളാണ് അതിനകത്തെല്ലാം ഉള്ളത്. ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായും ദുഃഖകരമായി അനുഭവിച്ചു. അത് ബുദ്ധനായാലും യേശു ക്രിസ്തു ആയാലും എല്ലാം മോചനത്തിൻ്റെ യുക്തികളാണ് ഈ പഠിപ്പിക്കുന്നത്. നമ്മളങ്ങനെ മനസ്സിലാക്കണം. ഈ ഉള്ള എല്ലാ സ്പിരിച്വൽ എന്ന് പറയുന്ന സാധനവും ഈ ജീവിതത്തിനകത്ത് ഇവിടെ ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ പറയുന്നത് ഇവിടുന്ന് മോചിക്കുന്നതിനെ പറ്റിയാണ്. അത് കൃത്യമായിട്ട് അറിയണം വ്യത്യാസം എന്താണ്. അപ്പോൾ അങ്ങനത്തെ ധാരണകളുമായിട്ട് നിൽക്കുന്നിടത്തു നിന്നൊക്കെ മാറി ഈ വിദ്യാഭ്യാസം എന്ന് ഇന്ന് നമ്മൾ ഇപ്പം നിങ്ങൾ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനെ പറ്റിയാണല്ലോ ചോദിച്ചത്. അപ്പോൾ പണ്ടും വിദ്യാഭ്യാസം നേടിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ വിദ്യാഭ്യാസമല്ല. അവിടെ കുലത്തൊഴിൽ പഠിപ്പിക്കുന്ന വല്ല സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാത്രമായിരിക്കും എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം നടന്നിട്ടുള്ളൂ. മറ്റത് മുഴുവനും മോചനത്തിൻ്റേതായിട്ടുള്ള അറിവ് നേടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മുടെ നാട്ടിനകത്ത് സ്കൂൾ ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ സ്കൂൾ ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാർ മുഴുവനും കൂടെ ഇന്ത്യ ഭരിക്കാൻ പറ്റത്തില്ല, അത്രയും വലുതാണ്. ബ്രിട്ടനിലുള്ള മുഴുവൻ ആൾക്കാരും കൂടെ ഇവിടെ ഇന്ത്യയിലൂടെ വന്നാലും അതിനേക്കാളും വലുതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ മുന്നിലൊരു പ്രശ്നം വന്നത് ഈ ഇന്ത്യക്കാരെ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ ഭരിക്കണം എന്ന് പറയുന്നതിന് എന്താണ്, അവർക്ക് അനുകൂലമായി ഭരിക്കണം. മറ്റേത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി. ഇവിടെ ഇപ്പം ബ്രിട്ടീഷുകാർ പോകുമ്പോൾ പോലും 500 ചില്ലുവാനും നാട്ടുരാജ്യം ഉണ്ടായിരുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർ മാത്രം ഭരിച്ച സ്ഥലമല്ല നമ്മൾ അറിയേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ച ഇന്ത്യയാണെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ലെന്ന് നമ്മൾ അറിയണം. ബ്രിട്ടീഷുകാർ മെയിനായിട്ട് ഭരിച്ചിരുന്നത് കൽക്കട്ട, ബോംബെ, മദ്രാസ്, ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് അവർ ഭരിച്ചിരുന്നത്. അവസാനത്തെ ഈ നമ്മളെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന അവർ ശിപായി മ്യൂട്ടിനി എന്ന് വിളിക്കുന്ന സാധനം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡൽഹിയിലെത്തുന്നത്. അതിനുശേഷമാണ് ബ്രിട്ടീഷ് ഭരണം ആരംഭിക്കുന്നത്. അത് വേറെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഭരിച്ചിരുന്നതെന്നെങ്കിലും ആളുകൾ അറിയേണ്ടതുണ്ട്. അതെല്ലാം അങ്ങനെ അറിഞ്ഞുകൂടാ ആളുകൾക്ക്. ബ്രിട്ടീഷുകാർ 300 കൊല്ലം ഭരിച്ചു എന്നാണ് അവർ പറയുന്നത്. ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടേ ഇല്ല. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കാൻ തുടങ്ങുന്ന വൈസ്രോയിയൊക്കെ വരുമ്പോഴാണ്. അത് ഈ 1985 ശേഷമാണ്. അവർ 100 കൊല്ലം കഷ്ടിച്ചേ ഭരിച്ചിട്ടുള്ളൂ എന്ന് പറയും ബ്രിട്ടീഷുകാർ ശരിക്കും ഭരിച്ചത്. ആ സമയത്താണ് ഈ ഭരണ സംവിധാനം മറ്റേ അതുവരെ ഈ രാജാക്കന്മാരെ നിയന്ത്രിക്കത്തക്കവണ്ണമുള്ള ചില സ്ഥലങ്ങളെ നേരിട്ട് ഭരിക്കുകയും രാജാക്കന്മാരെ കപ്പം മേടിക്കുക എന്ന് പറയുന്ന ടെക്നിക്കായിരുന്നു ഉപയോഗിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാർ തന്നെയും അവരുടെ ഭരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. സമാന്തരമായിട്ട് ഈ രാജാക്കന്മാരെ ഉപയോഗിച്ച് ടാക്സ് കളക്ട് ചെയ്ത് അവർ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത്.
അപ്പോൾ ആ ചെയ്തിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരെ വേണം. അത് ബ്രിട്ടീഷുകാരുടെ അലീജിയൻസ് ഉള്ള, അവരോട് കൂറ് പുലർത്തുന്നവരെ തന്നെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ സ്കൂൾ ആരംഭിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥന്മാർ, ഗുമസ്തന്മാർ, അധ്യാപകർ, വക്കീലന്മാർ ഇങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യത്തിന് ഉള്ള ഒരു കോളേജും സ്കൂളുമാണ് അവരുണ്ടാക്കിയത്. ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിനകത്താണെങ്കിൽ ഭയങ്കരമായിട്ട് തട്ട് സമൂഹം എന്ന് നമ്മൾ പറയുന്ന ജാതി സമൂഹം നിൽക്കുന്ന സമയത്താണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാകത്തില്ല, വലിയ പ്രശ്നമാണ്. അത് കാരണം കൊണ്ട് അയ്യങ്കളിയൊക്കെ പിന്നെ സമരം ചെയ്യുന്നുണ്ട് ഈ സ്കൂളിൽ പോകാൻ. എല്ലാവർക്കും വേണ്ടി സ്കൂൾ തുടങ്ങിയിട്ടില്ലെന്നുള്ള കാര്യം മറക്കരുത്. അപ്പം തന്നെ മേൽത്തട്ടെന്ന് പറയുന്ന ജാതി സമൂഹത്തിനകത്തെ മേൽത്തട്ടിലുള്ള ആൾക്കാരും ഒന്നിച്ചിരിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് എല്ലാവരും വേറെ വേറെയാണ്. അപ്പോൾ ഈ ക്ലാസ് റൂം ഉണ്ടാക്കുമ്പോൾ ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ജാതിക്ക് അനുസരിച്ചിട്ടാണ് ഈ ആൾക്കാരെ ഇരുത്തിയത്. അതാണ് നമ്മൾ ഇന്നും നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. മുൻവശത്തും പുറവശത്തും ഇരിക്കുന്നവർ, മുന്നേ ഇരിക്കുന്നവർ പഠിക്കുന്നവരും മറ്റുള്ളവർ പഠിക്കാത്തവരുമാണെന്നുള്ളത് ഇന്ന് നമ്മളങ്ങനെയാണ് മനസ്സിലാക്കുന്നതെങ്കിലും അത് ജാതി കൊണ്ടുണ്ടായതാണ്. അതൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉള്ള കോളേജും സ്കൂളിലുമാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറലായിട്ട് പോലും നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ല. അധ്യാപകരപ്പോൾ ശരിക്കും ഹെയറാർക്കിക്കലായ മൂല്യബോധം പഠിപ്പിക്കുന്ന, മേല് താഴെയുള്ള മൂല്യബോധം പഠിപ്പിക്കുന്ന സ്കൂളും കോളേജുമാണ് അവർ പഠിപ്പിച്ചത്, അവരുണ്ടാക്കിയത്. അനുസരണ പഠിപ്പിച്ച് കൃത്യമായിട്ട് ജോലിക്ക് പോകുന്ന ഗുമസ്തന്മാരെ വേണം, ജോലിക്കാരെ വേണം, അധ്യാപകരെ വേണം, ഉദ്യോഗസ്ഥരെ വേണം. ഇതിനാണ് അവർ ചെയ്തത്. IAS IPS പരീക്ഷ എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിലോട്ട് മാറ്റി വെച്ചു എന്നുള്ളതല്ലാതെ എന്നാണെങ്കിൽ അത് പാസ്സാകണമെങ്കിൽ ഇംഗ്ലണ്ടിൽ പോകണമായിരുന്നു. അല്ലാതെ ഈ നമ്മൾ വിചാരിക്കുന്നത് ഈ IASകാരൊക്കെ ഇപ്പോഴും ഇംഗ്ലീഷുകാരാണ്. അങ്ങനെയാണത് നിൽക്കുന്നത്. അപ്പം സ്വാതന്ത്ര്യം 1947 നമുക്ക് കിട്ടുമ്പോഴും 1950 നമ്മൾ റിപ്പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴും ഭരണഘടന വരുന്നു എന്നുള്ളതല്ലാതെ ഭരണം മാറിയിട്ടില്ല. നമ്മളറിയണം. ഭരണം എന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം ആരും അറിഞ്ഞിട്ടില്ല. കോടതിയിലൊക്കെ ജഡ്ജിമാരൊന്നും കേട്ടിട്ട് പോലും ഇല്ല. ബ്രിട്ടീഷുകാർ പോയോ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് അവരിയ്ക്കുന്നത്. ഇപ്പോഴും അവർ ഓണറെന്നും യുവർ ഓണർ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ കുളിര് കോരാനിരിക്കുന്ന ജഡ്ജിയൊക്കെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മറക്കരുത്. ഈ ക്ലാസ് റൂമൊന്നും അറിയത്തില്ല. അവിടെ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ല. ഇത്രയും നമ്മളറിയാം. പിന്നെ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ജോലിക്കാരെയും കൂലിക്കാരെയും ഉണ്ടാക്കുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റും പരീക്ഷയൊക്കെ നിൽക്കുന്നത്. വല്ലവർക്കും പരിശോധിച്ച് കൊള്ളാവുന്നുണ്ടെങ്കിൽ എടുക്കാൻ, ബാക്കിയുള്ളവരെ കളയാം. ഈ കളഞ്ഞവരെ എങ്ങോട്ടാണ് പോകണമെന്നുള്ള കാര്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? 22 വർഷം അല്ലെങ്കിൽ 25 വർഷം സ്കൂളിലും കോളേജിലും പഠിച്ചവർക്ക് അവരെ കൊള്ളത്തില്ലെന്ന് കണ്ടുപിടിക്കാനായിട്ട് 22 വർഷം വേണോ? ഈ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ എന്തിനാണ്? ഇവർക്ക് വേണ്ടിയാണ്. നമ്മളെ പരിശോധിക്കാനാണ്. വല്ലവർക്കും നമ്മൾ ചക്ക ശരിക്കും പഴുത്തോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സ്കൂളും കോളേജും. നിങ്ങളെ കൊള്ളാവോന്ന് കണ്ടുപിടിക്കാനാണ്. വല്ലവർക്കും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന മാത്രമുള്ളതാണ്. അത് വിദ്യാഭ്യാസമല്ല. ഇത്രയും നമ്മൾ അറിയണം. അപ്പോൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ടെന്നുള്ള തിരിധാരണയിലൊന്നും തുടങ്ങണ്ട. തുടങ്ങി ഇതുവരെ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ല. അവിടെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിനകത്തെല്ലാം ആദ്യമേ തന്നെ ജാതിയും മതവും എല്ലാം നിൽക്കുന്നതല്ലേ. ഏതെങ്കിലും മതവിശ്വാസവും ജാതിയിലാണെന്ന് വിചാരിക്കുന്നവരായിട്ടുള്ള വീടുകളിലല്ലേ നമ്മൾ ജനിക്കാൻ പറ്റുള്ളൂ. അവിടെ ചേട്ടനും അനിയത്തിയും എല്ലാവരും കൂടെ ഒന്നിച്ച് വളരുകയാണ് ചെയ്തത്. അവരെ രണ്ടാക്കുന്ന പണിയും കൂടെയാണ് സ്കൂളിൽ ചെയ്തത്. കാരണം വിക്ടോറിയൻ കാലത്താണ് ഈ സ്കൂളെല്ലാം ബ്രിട്ടീഷുകാർ ആരംഭിച്ചത്. അപ്പോൾ ആണിനെയും പെണ്ണിനെയും തരംതിരിക്കുന്ന പണിയും കൂടെ. അങ്ങനെ ജാതിയിലുള്ള വിവേചനം, മതത്തിലുള്ള വിവേചനം, ധനത്തിലുള്ള വിവേചനം, പിന്നെ പ്രാദേശിക ബോധം, തമിഴനാണ് മലയാളിയാണെന്ന് പറയുന്ന വിവേചനം, ഇതെല്ലാം വീട്ടിൽ നിന്ന് കിട്ടും. ആണും പെണ്ണും എന്ന് പറയുന്ന ലിംഗവിവേചനം കൂടെ സ്കൂളിൽ നിന്ന് കിട്ടും. അങ്ങനെ ഇത്രയും വിവേചനം പഠിച്ച പാർട്ടികളാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും വിവേചനം പഠിച്ചവരാണ്. ഒരു വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല. വല്ലവർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തൊഴിലില്ലാ പടയിലേക്ക് ചേർക്കും. അതാണ് സ്കൂളിൽ നിന്ന് വിടുക, കോളേജിൽ നിന്നൊക്കെ വിടുക കഴിഞ്ഞാൽ ഒരു പടയുണ്ട്, തൊഴിലില്ലാ പട. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ, നമുക്ക് തന്നെ തമാശ തോന്നി, ഇത് എന്ത് സംഭവം എന്ന് തോന്നുന്നു. PSC പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റ് എഴുതിയവരുടെ അസോസിയേഷൻ ഉണ്ട്. നമുക്ക് ഫാക്ടറി ഇല്ലാതെ, ജോലി സ്ഥലമില്ലാതെ ഒരു തൊഴിൽ കൂട്ടം. അതെന്തൊരു കൂട്ടമാണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് ഈ ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതൊക്കെ ലോകത്തെങ്ങും ഇല്ല.
റാങ്ക് ലിസ്റ്റ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ചിരിച്ച് ചാകാനേ പറ്റത്തുള്ളൂ. ഫാക്ടറി ഇല്ല അവർക്കൊരു തൊഴിലിടമില്ല. അപ്പോഴും അവരൊരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു ജോലി ഞങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്ന പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട ഞാൻ സ്വപ്നത്തിലുള്ള ഒരു ഫാക്ടറിക്ക് മുന്നിൽ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കും. സെക്രട്ടറിന് മുന്നേ സമരം ചെയ്തില്ല, റാങ്ക് അസോസിയേഷൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രപഞ്ചത്തിൽ ലോകത്തെങ്ങും ഇല്ല ഇങ്ങനത്തെ സംഭവമൊന്നും. ഇങ്ങനെയൊക്കെ ഉണ്ടായിപ്പോയത് ഈ ബ്രിട്ടീഷുകാർ ആരംഭിച്ച സ്കൂൾ അവർ ഈ ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കൂളാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവർ അതിനകത്തുനിന്ന് ആദ്യം എടുത്ത് കളഞ്ഞെന്താ? പൗരബോധമാണ്. രാഷ്ട്രീയം പാടില്ല എന്ന് ഇപ്പോഴും നമ്മളങ്ങനെയല്ലേ പറയുന്നത്. രാഷ്ട്രീയം കളിക്കാൻ ഇവിടെ വരരുത്, രാഷ്ട്രീയമൊന്നും പാടില്ല. അപ്പം രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാൽ 18ാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കണം. എങ്ങനെ പറ്റും? നിങ്ങൾ തന്നെ പറ, എങ്ങനെ പറ്റും? നമുക്കിങ്ങനെ രാഷ്ട്രീയ അവബോധം ഇല്ലാതാക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. നമുക്ക് രാഷ്ട്രീയം പാടില്ല. നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നാട്ടുകാരുമായി ബന്ധം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചതാണ് ട്രാൻസ്ഫർ. എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിനകത്തെ ഒരു ഉദ്യോഗസ്ഥൻ നാട്ടിലുള്ള ജനങ്ങളുമായി ബന്ധം ഉണ്ടാക്കാതിരിക്കാനാണ് അവരത് ചെയ്യുന്നത്. ഇപ്പോഴും ഈ കോന്തന്മാർ, ഈ മന്ത്രിമാർ കയറിയിരുന്നിട്ട് ഈ ആൾക്കാരെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യത്തില്ലേ? എന്തിനാണത് ചെയ്യുന്നത്? കൈക്കൂലി വാങ്ങിക്കാനാണ് ഇത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നതിന് ന്യായമുണ്ട്. കാരണം അവർക്കറിയാം ഇവർ അവിടെ നാട്ടിലൊരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുക, അത് അവർക്ക് ഉദ്യോഗസ്ഥന്മാർ ആ നാട്ടിലുള്ള ജനങ്ങളുമായി ബന്ധം ഉണ്ടായിപ്പോയാൽ അവർക്ക് രാഷ്ട്രീയ അവബോധം വരും. അത് വരാതിരിക്കാൻ വേണ്ടി 2 വർഷം കഴിയുമ്പോഴത്തേനും അവരെ അവിടെ നിന്ന് മാറ്റി. ഈ കളക്ടർമാരെല്ലാം ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ ഭരിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. ഭരണമാണെന്ന് അവർ വിചാരിക്കുന്നത്, അതും ചെയ്യുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മളിപ്പോൾ. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലിക്കാരെ ഉണ്ടാക്കുന്നതിനകത്താണ് നമ്മൾ സ്കൂളും കോളേജും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ലോകം മുഴുവൻ കയറ്റുമതി ചെയ്യാൻ പറ്റും നമ്മുടെ ആൾക്കാർ. കാരണം എല്ലായിടും പോയിട്ട് ജോലി ചെയ്യുന്നവരായിട്ട് ഒരു മാറും. ഇത്രയാണ്. അല്ലാതെ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ല, അതിനെ ആരംഭിക്കേണ്ടതാണ്. അത് ആരംഭിക്കുമ്പം പൗരബോധമുള്ള മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കേണ്ടി വരും. ആ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചാൽ മാത്രമേ നാട്ടിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സ്കൂളൊക്കെ നന്നാക്കണം തന്നെയല്ല, അമ്പലവും പള്ളിയും പോലെ ഉപയോഗശൂന്യമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ സ്കൂൾ. അവിടെനകത്ത് ടെലിവിഷൻ വെച്ചാലൊന്നും, സ്ക്രീൻ വെക്കുന്നതാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിനകത്ത് ടെലിവിഷനും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആധുനിക പഠനമായെന്നാ വിചാരം. ഈ എന്തായിരുന്നു, കൊറോണ വന്ന സമയത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അധ്യാപകർ നിന്ന് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുന്ന കാണിക്കുന്നതാണ് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ച് നോക്ക്. ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അവർക്ക് കാണിക്കാൻ പറ്റും. അല്ലാതെ ഈ യൂസ്ലെസ് ആയ ഈ അധ്യാപകർ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഉറങ്ങിപ്പോയും കുട്ടികൾ, അതല്ല ഓൺലൈൻ. നമുക്ക് വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള എത്രയോ സാങ്കേതിക വിദ്യകൾ ഈ ഡോക്യുമെൻ്ററികളിൽ, സിനിമ, ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ സിനിമാക്കാരെ വിളിച്ചിട്ട് സിലബസ് ഉണ്ടാക്കണം. അപ്പോഴാണ് ആളുകളെ മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വരുന്നത്. അല്ലാതെ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അധ്യാപകർ വീട്ടിലിരിക്കുന്നവരുടെ മുന്നിലൊരു ക്യാമറ വെച്ചിട്ട് എല്ലാം കൂടെ ഇരുന്ന് ഉറങ്ങി ചത്തുപോകുക എന്നുള്ളതല്ല എന്താണ് ചെയ്യുന്നത്. ആകെപ്പാടെ ഒരു സ്ത്രീ അധ്യാപിക ഡാൻസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് ഭയങ്കര ഓൺലൈനിലെ മെച്ചപ്പെട്ട പ്രകടനവും. നമ്മൾ ഈ സിനിമയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം. നമ്മൾ ഇന്ന് കാണുന്ന ഈ വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതൊക്കെ നമ്മൾ അതിനകത്ത് പോയി ഇരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എന്താണ് ആർട്ടിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിലിരിക്കാൻ അനുഭവിക്കാൻ പറ്റും, തണുപ്പ് പോലും അനുഭവിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ വെർച്വൽ റിയാലിറ്റിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ അധ്യാപകരെന്ന് പറയുന്നത് തന്നെ ആവശ്യമില്ലാതായി പോകുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ട് അവർ മിണ്ടത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ സെൽഫോണിനെതിരായിട്ട് ഭയങ്കര സമരമായിരുന്നല്ലോ ഈ കൊറോണയ്ക്ക് മുമ്പ്. അത് ഈ കാരണം കൊണ്ടാണ് അവരെ നള്ളിഫൈ ചെയ്യുന്നത്. കാരണം ഇന്ന് കുട്ടികളുടെ അടുത്ത് അവർക്ക് മിണ്ടാൻ അറിഞ്ഞൂടാ. ഇതിനകത്തെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാനായിട്ട് ഏതെങ്കിലും അധ്യാപകർക്ക് അറിയാമോ? ഏതെങ്കിലും അമ്മയ്ക്കും അച്ഛനും അറിയാമോ? ഇവർക്കൊന്നും അറിഞ്ഞൂടാ. അപ്പം നമ്മളിതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. വിദ്യാഭ്യാസം ആരംഭിക്കണമെന്ന് എനിക്ക് പറയാനൊക്കൂ. എനിക്കതെങ്ങനെ ആരംഭിക്കണമെന്നൊക്കെ പറയാനറിയാം, അത് വേറെ കാര്യമാണ്. അതൊരു രാജ്യം തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ ക്ലാസ് റൂം തൊട്ട് ഈ വിദ്യാഭ്യാസം എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്, ആ മേഖല നമ്മൾ വികസിപ്പിക്കാതെ നമ്മൾ ഈ പറയുന്ന ഇപ്പം ഈ നടത്തുന്ന മുഴുവനും
കാളവണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ്. കാളവണ്ടിക്ക് നമ്മുടെ ഗ്രാഫീൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, മെറ്റീരിയലുണ്ട്. ഏറ്റവും ലൈറ്റ്, ഏറ്റവും വെയിറ്റ്, ഏറ്റവും ബലമുള്ളതും ഒക്കെ ആയിട്ടുള്ള സാധനമാണ്. അത് വെച്ചിട്ട് നമ്മളൊരു കാളവണ്ടി എങ്ങനെ ഉണ്ടാക്കാം, ഇതാണ് ആധുനിക വിദ്യാഭ്യാസം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഈ കോളേജും സ്കൂളും ഒക്കെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായിയൊക്കെ ചെയ്യുന്ന ഒരു സാധനമില്ലേ, അത് മുഴുവൻ ഈ കാളവണ്ടി നന്നാക്കുന്ന പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കുട്ടികളെ ഒന്നിച്ച് ഈ ബസ്സിനകത്ത് കയറ്റി അവിടെ കൊണ്ടുപോയി ഇടുന്നതെന്ന് പറയുന്നത് തന്നെയാണ് ആദ്യത്തെ വിവരക്കേട്. ഇത് ഫാക്ടറിയാണ്. അത് അവിടുത്തെ സ്കിൽഡായിട്ടുള്ള തൊഴിലാളികൾ ഉണ്ടാക്കിയിട്ട് നാട് മുഴുവൻ കയറ്റുമതി ചെയ്ത് അവിടുന്ന് ഉണ്ടാകുന്ന വരുമാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അത് ആ ലെവലിൽ അത് കുഴപ്പമില്ല. പക്ഷെ വിദ്യാഭ്യാസമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. തൊഴിൽ ചെയ്യുന്നവരെ ഉൽപ്പാദിപ്പിച്ച് ലോകത്ത് കയറ്റുമതി ചെയ്ത് ഹ്യൂമൻ റിസോഴ്സസ് കയറ്റുമതി ചെയ്തിട്ട് ജീവിക്കുന്നവരെ ഇടമായിട്ട് നമ്മൾ മാറുന്നത് വിദ്യാഭ്യാസം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. വിദ്യാഭ്യാസം ആരംഭിക്കണമെന്ന് മാത്രമേ അതിനുത്തരവുള്ളൂ.